മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 13 ശനി. സംസ്ഥാനത്ത് പനിമരണങ്ങളും രോഗവ്യാപനവും കുതിച്ചുയരുമ്പോൾ ഇതിനെല്ലാം കാരണം വെറും മഴ മാത്രമല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് തിരക്കുകളിൽ മുങ്ങിപ്പോയ ശുചീകരണ യത്നങ്ങളും മാറിയ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാത്ത ഭരണകൂട സമീപനവുമാണ് കേരളത്തെ ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടത് എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. കേരളം പനിക്കിടക്കയിൽ. കേരളത്തിന് മഴക്കാലമെന്നാൽ പനിക്കാലം കൂടിയാണ്. ഇത്തവണയും പതിവ് തെറ്റിയില്ല. സംസ്ഥാനം പകർച്ചവ്യാധിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ. കഴിഞ്ഞ ദിവസം മാത്രം പനി ബാധിച്ച് ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിലെത്തിയവരുടെ എണ്ണം 13,025 എന്നറിയുമ്പോഴാണ് പകർച്ചവ്യാധി എത്രമേൽ അപകടകരമായി നമ്മുടെ നാടിനെ പിടിമുറുക്കിയിരിക്കുന്നുവെന്ന് നാം അറിയുക. സാധാരണ പനിക്ക് പുറമെ ഡെങ്കിപ്പനി, എലിപ്പനി, ഷിഗല്ല, വെസ്റ്റ് നൈൽ ഫീവർ, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളിലും വലിയ വർധനവുണ്ടായതായി ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മുൻവർഷങ്ങളിൽ നിന്ന് ഭിന്നമായി ഇക്കുറി വലിയ തോതിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ കോഴിക്കോട് ഒരാൾക്ക് നിപ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 2 ആഴ്ചയ്ക്കിടെ കേരളത്തിൽ 24 പനിമരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പകർച്ചവ്യാധി മൂലമെന്ന് സംശയിക്കുന്ന 12 മരണങ്ങൾ വേറെയും. സംസ്ഥാന ആരോഗ്യവകുപ്പിന് ശരിക്കും ഒരു പരീക്ഷണകാലം തന്നെയാണത്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ മേന്മയിൽ അഭിമാനം കൊള്ളുന്നവരാണ് മലയാളികൾ. ചികിത്സാ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന ത്രിതല ആശുപത്രി സംവിധാനം, ഉയർന്ന വാക്സിനേഷൻ നിരക്ക്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേതിന് സമാനമായ കുറഞ്ഞ മാതൃശിശു മരണനിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം തുടങ്ങി ആരോഗ്യമേഖലയിലെ ഏത് മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോഴും കേരളം ഏറെ മുന്നിലാണ്. പക്ഷേ ഈ മുന്നേറ്റങ്ങൾക്കിടയിലും നാം വീണുപോകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. അതിലൊന്നാണ് മൺസൂൺ കാലത്തെ ഈ ആരോഗ്യ അടിയന്തരാവസ്ഥ. വാസ്തവത്തിൽ ഇപ്പോഴത്തെ പനിമരണങ്ങളും രോഗവ്യാപനവുമെല്ലാം മഴക്കാലത്തെ മാത്രം മുൻനിർത്തി വിലയിരുത്താനാവില്ല. നമ്മുടെ പരിസര ശുചിത്വത്തെയും കാലാവസ്ഥയുമെല്ലാം ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശകലനമാകും കൂടുതൽ ഉചിതം. വർഷത്തിന്റെ തുടക്കം മുതലുള്ള കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ അക്കാര്യം വ്യക്തമാകും. കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ നമ്മുടെ പരിസരങ്ങൾ വ്യാപകമായി മലിനീകരിക്കപ്പെടുന്നത് മൂലം കേരളത്തിൽ തുടർച്ചയായി പല രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജനുവരി 1 ശേഷം കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 33 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇതേ കാലയളവിൽ സംസ്ഥാനത്ത് 153 പനിമരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കി എന്നീ രോഗങ്ങളാൽ 6 മാസത്തിനിടെ 63 പേർ വേറെയും മരണപ്പെട്ടു. ഇപ്പോഴത്തെ അക്കൂട്ടത്തിലേക്ക് ഷിഗല്ല, വെസ്റ്റ് നൈൽ പനി എന്നിവയും വന്നു ചേർന്നിരിക്കുന്നു. 12 ദിവസത്തിനിടെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 30-ലധികം പേർക്കാണ്. അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തു. മൺസൂൺ കനത്തതോടെ പകർച്ചവ്യാധികൾ വർദ്ധിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് 150ഓളം പേർക്കാണ്. ഇതിനെ പ്രതിരോധിക്കാനായില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് അത് വഴിവെക്കും. ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് മഴയെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. മാറിയ കാലാവസ്ഥയോട് ഇനിയും മാറിയിട്ടില്ലാത്ത അധികാരികളുടെ സമീപനത്തിന്റെ കൂടി പ്രശ്നമായി ഇതിനെ കാണേണ്ടതുണ്ട്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഒരാചാരമെന്നോണം മഴക്കാലപൂർവ്വ ശുചീകരണ യത്നങ്ങളാണ് കാലങ്ങളായി നാം നടത്താറുള്ളത്. മൺസൂൺ മഴയുടെ വിതരണത്തിലടക്കം വലിയ മാറ്റങ്ങൾ സംഭവിച്ച ഇക്കാലത്ത് ഈ ആചാരത്തിലൂടെ മാത്രമായി നമുക്ക് പനിക്കാലത്തെ പ്രതിരോധിക്കാനാവില്ല. ഇക്കുറിയാവട്ടെ ആചാരവും ലംഘിക്കപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണ യത്നങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിലും മറ്റുമായി മുങ്ങിപ്പോയതോടെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ദൗത്യം പേരിന് പോലും നടപ്പായില്ല. ഇതാണ് മഴ തുടങ്ങിയപ്പോൾ തന്നെ രോഗവ്യാപനം ശക്തിപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. എന്നാൽ ഇത് മാത്രമാണെന്നും കരുതിക്കൂടാ. കേരളത്തിലെ മഴ വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, വേഗമാർന്ന നഗരവൽക്കരണം തുടങ്ങിയ കാരണങ്ങളും പരിഗണിക്കപ്പെടണം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ മൺസൂൺ മഴയുടെ വിതരണം. വർഷകാലത്ത് പല ദിവസങ്ങളിലും വേനൽക്കാലത്തെ ഓർമ്മിപ്പിക്കും വിധം മഴ മാറി നിൽക്കുന്നു. എന്നാൽ മൊത്തം മഴയുടെ അളവിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുമില്ല. മറ്റൊരർത്ഥത്തിൽ മൺസൂൺ കാലത്ത് മൊത്തം ലഭിക്കേണ്ട മഴ കുറഞ്ഞ ദിവസങ്ങളായി പെയ്തു തീരുന്നു. ഇതാണ് പലപ്പോഴും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. നഗരവൽക്കരണം, അശാസ്ത്രീയമായ നിർമ്മാണം തുടങ്ങിയ കാരണങ്ങളാൽ ചെറിയ മഴ പോലും വലിയ വെള്ളക്കെട്ടുകൾക്ക് കാരണമാകുന്നു. ഇതെല്ലാം മറ്റൊരു തരത്തിൽ നമ്മുടെ പരിസരത്തെ മലിനമാക്കുന്നുണ്ട്. അതിനാൽ ഇനി അങ്ങോട്ട് കാലങ്ങളായി തുടരുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രതിരോധിക്കാനാവില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പകരം മാറിയ കാലാവസ്ഥയെ കൃത്യമായി വിശകലനം ചെയ്ത് തദനുസൃതമായൊരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഈ പനിക്കാലം അതുകൂടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്നവർക്ക് ആവശ്യത്തിന് മരുന്നും മറ്റും ലഭിക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത വ്യക്തമാക്കുന്ന പല ദൃശ്യങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളും അടിയന്തരമായി സർക്കാർ പരിഹരിക്കേണ്ടതുണ്ട്. മാധ്യമം പോഡ്കാസ്റ്റ്.